ഏതാണ്ട് ഒരു മാസം മുമ്പ് ഒരു യുണൈറ്റഡിന്റെ ലെജൻഡ് പറഞ്ഞിരുന്നു ബ്രൂണോ ഫെർണാണ്ടസിനെ വിറ്റിട്ട് ആ പൈസയ്ക്ക് യുവതാരങ്ങളെ വാങ്ങുക, യുവതാരങ്ങളിലേക്ക് ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഏതാണ്ട് ഒരു മാസമായി കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ കുറെ ആളുകൾ ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. അതായത് ബ്രൂണോ ഫെർണാണ്ടസിനെ വിൽക്കുക, പകരം ഒരു താരത്തെ സൈൻ ചെയ്യുക, യുവതാരങ്ങളെ സൈൻ ചെയ്യുക എന്നതായിരുന്നു പല ആളുകളും ആ ഒരു കമന്റ് ബോക്സിൽ ഇട്ടിരുന്നു. എനിക്ക് 2-3 കമന്റ് വന്നിരുന്നു അതേപോലത്തെ കമന്റ്. ഞാൻ പറഞ്ഞത് എന്താ, അങ്ങനെ ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും എന്നതായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ മൈക്കിൾ ഓവൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ആരാണ് മൈക്കിൾ ഓവൻ? ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് അദ്ദേഹം എന്ന്. ഒരു ഇംഗ്ലീഷ് ലെജൻഡാണ്. 89 മത്സരങ്ങളിൽ നിന്ന് 40ഓളം ഗോളുകൾ ഇംഗ്ലണ്ടിന് വേണ്ടി നേടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കരിയറിൽ ലിവർപൂളിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചിട്ടുള്ളത്. 200ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 200 മുകളിൽ മത്സരങ്ങൾ. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ന്യൂകാസ്റ്റൽ യുണൈറ്റഡ്, അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് തുടങ്ങിയ വമ്പൻ ടീമുകൾക്ക് വേണ്ടിയെല്ലാം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ ഓവൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോ ഫെർണാണ്ടസിനെ വിൽക്കുന്ന ഒരു മണ്ടത്തരമായിരിക്കും എന്നതാണ്. ബ്രൂണോ ഫെർണാണ്ടസ് ഒരു യുണീക്ക് ആയിട്ടുള്ള പ്ലെയർ ആണ്. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിന് എത്ര 100 മില്യൺ കിട്ടിയിട്ട് നിങ്ങൾ കൊടുത്താൽ പോലും അതൊരു മോശം തീരുമാനമായിരിക്കും എന്നതാണ് ഇപ്പോൾ മൈക്കിൾ ഓവൻ പറഞ്ഞിട്ടുള്ളത്. കുറഞ്ഞതൊരു 4-5, അതായത് 3-4 സീസൺ, 3-4 വർഷം കളിപ്പിക്കാം എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം. 3-4 വർഷം കൂടി യുണൈറ്റഡ് ബ്രൂണോ ഫെർണാണ്ടസിനെ നിലനിർത്തണം എന്നതാണ് ഇപ്പോൾ മൈക്കിൾ ഓവൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയാം. 3-4 സീസൺ നിലനിർത്തണം എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. നിലവിൽ 31 വയസ്സാണ്, 320 ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, 100-ന് മുകളിൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ 6 വർഷം എന്തോ ആയിട്ടുണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേണ്ടി കളിക്കാൻ തുടങ്ങിയിട്ട്. ഈ ഒരു കാലയളവിൽ ബ്രൂണോ ഫെർണാണ്ടസ് വന്നതിന് ശേഷം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലെയർ അത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. പക്ഷെ ഫെർണാണ്ടസിനെ കൂടുതലായിട്ട് ആൾക്കാർ പറയാത്തത്, ഫെർണാണ്ടസിനെ കുറിച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കാത്തതിന്റെ പ്രധാന കാരണം യുണൈറ്റഡിന് വലിയ നേട്ടങ്ങൾ ഈ ഒരു കാലയളവിൽ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ്. യുണൈറ്റഡിൽ കോച്ചസ് മാറി മാറി വന്നു. അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് യുണൈറ്റഡിന്റെ ലെജൻസ് ഏത് രീതിയിലാണ് അവർ പോഡ്കാസ്റ്റും അവരുടെ ആ ഒരു പ്രസ് കോൺഫറൻസിൽ ഏത് രീതിയിലാണ് സംസാരിക്കുകയെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാൻസ് വലിയൊരു ഫാൻ ബേസ് ഉള്ള വലിയൊരു ചരിത്രമുള്ള ക്ലബ്ബാണ്. അപ്പോൾ അതിനുവേണ്ടി കളിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രഷർ കാണും. കപ്പ് നന്നായിട്ട് കളിച്ചാൽ പോലും ട്രോഫീസോ കാര്യങ്ങളോ കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രഷർ കാണും. ആ ഒരു പ്രഷറിന്റെ ഇടയ്ക്കും നന്നായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ വേറൊരു ടീമിലാണ് കളിച്ചിരിക്കുക എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രീമിയർ ലീഗിൽ മികച്ച പെർഫോമൻസ് ഈ ഒരു കാലയളവിൽ നടത്തിക്കൊണ്ടിരുന്ന വേറെ ഏതെങ്കിലും ഒരു ടീമിൽ, ഇല്ലെങ്കിൽ പ്രീമിയർ ലീഗിന് വെളിയിൽ ഇപ്പോൾ റയൽ മാഡ്രിഡോ അങ്ങനെ ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ആളുകൾ സംസാരിക്കപ്പെടുന്ന ഒരു ലെജൻഡ് ലെവലിലേക്ക് ആൾക്കാർ പറയുന്ന ടൈപ്പ് ഒരു പ്ലെയറായി മാറിയേനെ. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ യുണൈറ്റഡ് ഫാൻസ് അവരെ സംബന്ധിച്ച് അവരുടെ ലെജൻഡായിട്ട് അവർ കാണുന്നുണ്ട്. പക്ഷെ മറ്റ് ഫാൻസ് ഒരു ടോപ്പ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ പറയാത്തതിന്റെ കാരണം ഇതാണ്. വലിയ നേട്ടങ്ങൾ ടീം നേടിയിട്ടില്ല എന്നതായിരുന്നു. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിനെ സംബന്ധിച്ച് ഇപ്പോൾ 31 വയസ്സാണുള്ളത്. 3-4 വർഷം കൂടെ കളിപ്പിക്കണമെന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. കുറഞ്ഞതൊരു 2 സീസണെങ്കിലും നിങ്ങൾ കളിപ്പിക്കണം. ഈ സീസൺ, അതിനടുത്ത സീസൺ, അതായത് ഒരു 2028 വരെയൊക്കെ താരത്തെ കളിപ്പിക്കുക എന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കഴിഞ്ഞ 2025 നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ബ്രൂണോയ്ക്ക്. ഈ ഒരു സൗദി അറേബ്യയിൽ നിന്ന് നല്ല കിടിലൻ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് യുണൈറ്റഡ് വിൽക്കും എന്ന രീതിയിലൊക്കെ പറയപ്പെട്ടിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. എന്നാൽ പോലും ഇനിയുള്ള ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല ഓഫേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും വിൽക്കരുത്. വിറ്റിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു 100 മില്യൺ അല്ലെങ്കിൽ 120 മില്യൺ കിട്ടുന്നു. ആ പൈസ ഉപയോഗിച്ച് പുതിയ താരങ്ങളെ വാങ്ങുന്നു. ആ താരങ്ങൾക്ക് ഈ ഒരു അഡാപ്റ്റ് ചെയ്ത് ഈ രീതിയിൽ കളിക്കാൻ പറ്റുമോ എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ശരിയാണ്, വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മിഡ്ഫീൽഡേഴ്സിന് ആവശ്യമുണ്ട് യുണൈറ്റഡിന്. അവർ ബ്രൂണോ ഗുമിറസിനെ നോക്കി വെച്ചിട്ടുണ്ട്, ടൊനാലി, ആൻഡ്രിസൺ, ഇങ്ങനെ കുറച്ച് പ്ലേയേഴ്സിന്റെ പേര് ഇവ പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇവരെയൊക്കെ എത്തിക്കണമെങ്കിൽ പൈസ വേണം, ശരിയാണ്. എന്നാൽ പോലും നിങ്ങൾ ബ്രൂണോയെ വിറ്റ് കഴിഞ്ഞാൽ ഈ വരുന്ന പ്ലേയേഴ്സ് ഇവിടെ അഡാപ്റ്റ് ആയിട്ട് ഈ ലെവൽ കളിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിലവിലെ സാഹചര്യത്തിൽ ബ്രൂണോ ഇപ്പോഴും നന്നായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണല്ലോ. ഫോം ഔട്ട് ആണെങ്കിൽ നമുക്ക് വിൽക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടോപ്പ് ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ വിൽക്കുന്നത് ഒരു മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഞാൻ അന്ന് ആ വീഡിയോയിലും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നിങ്ങളുടെ പ്രതികരണം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്ത് തന്നെയാണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം ഇതാണ്,
ഓവൻ പറഞ്ഞിട്ടുള്ള കാര്യവും സെയിം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബ്രൂണോ ഫെർണാണ്ടസിനെ വിൽക്കണോ, വിറ്റിട്ട് പുതിയ യുവതാരങ്ങളിലേക്ക് ആ പൈസ സ്പെൻഡ് ചെയ്യണോ എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്തേക്കാം. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അടുത്ത കുറഞ്ഞതൊരു 2 സീസൺ വിൽക്കരുത്. അത് കഴിഞ്ഞിട്ട് വിറ്റാൽ പോലും നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് ലഭിക്കും. കാരണം 31 വയസ്സാണല്ലോ, 33 വയസ്സൊക്കെ ആകുന്ന ഒരു പ്ലെയറിനെ വിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ലഭിക്കും. ആ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് യുവതാരങ്ങളിൽ സ്പെൻഡ് ചെയ്യാം എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെ കമന്റ് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് ടൈം.